Hi everyone. Control panel wiring സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ടേഴ്സിലെ ഡി ഓയിൽ സ്റ്റാർട്ടർ അതുപോലെ സെമി സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഈ രണ്ട് ടൈപ്പ് സ്റ്റാർട്ടറാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണ് എന്ന് നോക്കാം. അതിനു മുമ്പ് ആപ്ലിക്കേഷൻ ഓഫ് ദ സ്റ്റാർ ഡെൽറ്റ മോട്ടോഴ്സ്. സ്റ്റാർ ഡെൽറ്റ മോട്ടോഴ്സ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന്. ഫോർ ഡ്രൈവിംഗ് സെൻട്രിഫ്യൂഗൽ ചില്ലേഴ്സ് ഓഫ് ലാർജ് സെൻട്രൽ എയർ കണ്ടീഷനിങ് യൂണിറ്റ്സ്. ലാർജ് സെൻട്രൽ എയർ കണ്ടീഷനിങ് യൂണിറ്റ്സിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ ചില്ലേഴ്സ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇൻ സിറ്റുവേഷൻസ് വേർ റെഡ്യൂസ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈസ് നെസസറി. റെഡ്യൂസ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ആവശ്യമായിട്ടുള്ള കേസിലും സ്റ്റാർ ഡെൽറ്റ മോട്ടോഴ്സാണ് യൂസ് ചെയ്യാറുള്ളത്. സ്റ്റാർ ഡെൽറ്റ മോട്ടോഴ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ 3 ഫേസിൻ്റെയും ഈ 2 ടെർമിനൽ വീതം എല്ലാ ടെർമിനലും അങ്ങനെ മൊത്തം 6 ടെർമിനൽസും പുറത്തേക്ക് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മോട്ടോഴ്സിന് നമ്മൾ സ്റ്റാർ ഡെൽറ്റ മോട്ടോഴ്സ് എന്ന് പറയും. ദെൻ വേർ റെഡ്യൂസ്ഡ് സ്റ്റാർട്ടിംഗ് കറണ്ട് ഈസ് റിക്വയർഡ്. സ്റ്റാർട്ടിംഗ് കറണ്ടും റെഡ്യൂസ്ഡ് സ്റ്റാർട്ടിംഗ് കറണ്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. അതായത് നോർമൽ സ്റ്റാർട്ടിംഗ് കറണ്ടിനേക്കാളും റെഡ്യൂസ്ഡ് സ്റ്റാർട്ടിംഗ് കറണ്ടേ ആവശ്യമുള്ളൂ. അതുപോലെ റെഡ്യൂസ്ഡ് സ്റ്റാർട്ടിംഗ് ടോർക്കും ആവശ്യമുള്ള കേസിൽ സ്റ്റാർ ഡെൽറ്റ മോട്ടോഴ്സാണ് യൂസ് ചെയ്യാറുള്ളത്. ദെൻ വൈഡ്ലി യൂസ്ഡ് ഓൺ ദ ലോഡ്സ് ഹാവിംഗ് ഹൈ ഇനേർഷ്യ ആൻഡ് എ ലോങ് ആക്സലറേഷൻ പീരീഡ്. ഹൈ ഇനേർഷ്യയും ലോങ് ആക്സലറേഷൻ പീരീഡും ഉള്ള കേസിലും നമ്മൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറാണ് യൂസ് ചെയ്യാറുള്ളത്. അതായത് ലോഡ്സിന് പെട്ടെന്ന് സ്പീഡ് എടുക്കാൻ പറ്റില്ല, അതുപോലെ പെട്ടെന്ന് അത് ആക്സലറേറ്റ് ചെയ്യാൻ പറ്റാത്ത കേസിലുള്ള ലോഡുകൾക്ക് നമ്മൾ സ്റ്റാർ ഡെൽറ്റ മോട്ടോഴ്സാണ് യൂസ് ചെയ്യാറ്. അതാകുമ്പോൾ സ്റ്റാർ ഡെൽറ്റ മോട്ടോഴ്സിലാകുമ്പോൾ സ്റ്റാറിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡെൽറ്റയിലേക്ക് കണക്ട് ചെയ്ത് വരുമ്പോഴേക്കും അത് ഏതാണ്ട് ഒരു 70% സ്പീഡ് അറ്റൈൻ ചെയ്ത് വരും. ഇനി ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൽ ഓവർലോഡ് റിലേ സെറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. 3 ഓവർലോഡ് റിലേസ് ആദർ. ഓവർലോഡ് റിലേയിൽ മൊത്തമായിട്ടും നമ്മുടെ ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൽ 3 ഓവർലോഡ് റിലേസ് ആണുള്ളത്. ഈ ഓവർലോഡ് റിലേസ് ആണ് മോട്ടറിൻ്റെ വൈൻഡിങ് കറണ്ട് ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മോട്ടറിൻ്റെ വൈൻഡിങ് കറണ്ട് ക്യാരി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ റിലേസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് എ സെലക്ഷൻ ഓഫ് ദ റിലേസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ദ വൈൻഡിങ് കറണ്ട്. ഈ വൈൻഡിങ് കറണ്ടിൻ്റെ ബേസിസിലാണ് നമ്മൾ റിലേ സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ രണ്ടാമത് നമ്മൾ ഫുൾ ലോഡ് കറണ്ട് വരുന്ന ഡെൽറ്റ കണക്ഷനിൽ വരുന്ന ഫുൾ ലോഡ് കറണ്ടിൻ്റെ ബേസിസിലല്ല, നമ്മൾ അതിലൂടെ പോകുന്ന വൈൻഡിങ് കറണ്ടിൻ്റെ ബേസിസിലാണ് റിലേനെ സെലക്ട് ചെയ്യുന്നത്. വൈൻഡിങ് കറണ്ട് എങ്ങനെയാണ് കിട്ടുക? ദ വൈൻഡിങ് കറണ്ട് ഈക്വൽ ടു ഡെൽറ്റ കണക്റ്റഡ് ഫുൾ ലോഡ് കറണ്ട്. ഡെൽറ്റ ആദ്യം സ്റ്റാറിൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അത് ഡെൽറ്റയിലേക്ക് കണക്റ്റഡ് ആയി കഴിഞ്ഞിട്ട് അറ്റൈൻ ചെയ്യുന്ന ഫുൾ ലോഡ് കറണ്ട്, ആ ഫുൾ ലോഡ് കറണ്ട് ഡിവൈഡഡ് ബൈ √3 ആണ് നമ്മുടെ വൈൻഡിങ് കറണ്ട് എന്ന് പറയുന്നത്. ഇതാണ് പവർ സർക്യൂട്ട്. ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ പവർ സർക്യൂട്ടാണ് തന്നിട്ടുള്ളത്. ലൈനിൽ നിന്ന് ഫ്യൂസ് വഴി മെയിൻ കോണ്ടാക്ടറിലേക്ക് കണക്ഷൻ ഉണ്ട്. അതിൻ്റെ മുന്നേ ഓവർലോഡ് റിലേ ഉണ്ട്. ഓവർലോഡ് റിലേയിലൂടെ മെയിൻ കോണ്ടാക്ടറിലേക്കും മെയിൻ കോണ്ടാക്ടറിന് മോട്ടറിലേക്ക് കണക്ഷൻ വന്നിട്ടുണ്ട്. സ്റ്റാറിനും ഡെൽറ്റയ്ക്കും ഓരോ കോണ്ടാക്ടർ വീതം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡെൽറ്റയുടെ K2ഉം സ്റ്റാറിൻ്റെ K3യുമാണ് കോണ്ടാക്ടർ. ഇതതിൻ്റെ കൺട്രോൾ സർക്യൂട്ടാണ്. മേലെ ലൈന് കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ സ്റ്റോപ്പ് അല്ലെങ്കിൽ റീസെറ്റ് S1 എന്ന് പറയുന്ന സ്റ്റോപ്പ് ബട്ടൺ എന്താണ്? P1 P2 നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള ബട്ടണാണ്. അത് കഴിഞ്ഞ് S2 അല്ലെങ്കിൽ സ്റ്റാർട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് സ്റ്റാർട്ട് ആവുന്നത്. പിന്നെ അതിലേക്ക് കഴിഞ്ഞിട്ട് K40 എന്ന് പറയുന്ന ടെർമിനൽ കോണ്ടാക്ടർ ഉണ്ട്. അതുവഴി K2ൻ്റെ പെർമനൻ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള കോണ്ടാക്ട്സ് 11 12ഉം നമ്മുടെ K3 എന്ന് പറയുന്നത് സ്റ്റാറിൻ്റെ കോണ്ടാക്ടറാണ്. കോണ്ടാക്ടറിൻ്റെ കോയിലാണ്. നോ വോൾട്ട് കോയിൽ ഓഫ് ദ സ്റ്റാർ കോണ്ടാക്ടറാണ് K3. A1 A2 എന്ന് പറഞ്ഞ ടെർമിനൽസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ കണക്ഷൻ എങ്ങനെയാണ്, ഓപ്പറേഷൻ എങ്ങനെയാണ് നടക്കണമെന്ന് നോക്കാം. പ്രസ്സിങ് ദി സ്റ്റാർട്ട് ബട്ടൺ S2 എന്ന് പറയുന്ന സ്റ്റാർട്ട് ബട്ടൺ ഇതിൽ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ സ്റ്റാർ കോണ്ടാക്റ്റ് ക്ലോസ് ചെയ്യുന്ന കേസിലാണ്. നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റിൽ സ്റ്റാർ കോണ്ടാക്റ്റ് ആണ് ക്ലോസ് ആവുന്നത്. ഈ സ്റ്റാർ കോണ്ടാക്റ്റ് എങ്ങനെയാണ് ക്ലോസ് ആവുന്നതെന്നാണ്. അപ്പോൾ ഏതൊക്കെ സ്വിച്ചസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ കോണ്ടാക്ട്സ് ആണ് ഫസ്റ്റിൽ ക്ലോസ് ആവണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ S2ന് അതുപോലെ K3ക്ക് ഒക്കെ റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ S2 പ്രസ് ചെയ്യുന്ന സമയത്ത്
സ്റ്റാർ കോണ്ടാക്ടർ K3 എനർജൈസ്ഡ് ആവും. കാരണം S2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ S1 ലൈനിൽ നിന്നും S1 വഴി K4T വഴി നമ്മുടെ K4Tക്കകത്ത് മുമ്പത്തെ ഫിഗർ നോക്കിയാൽ കാണാം K4Tക്കകത്ത് 2 കോണ്ടാക്ട്സ് വരുന്നുണ്ട്. ഒന്ന് 15-16 പിന്നെ ഒന്ന് 15-18 വരുന്നുണ്ട്. ഇവിടെ നമ്മൾ S2 ക്ലോസ് ചെയ്യുമ്പം K4Tയുടെ 15-16 ഓൾറെഡി ക്ലോസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ആ 15-16 അത് നേരെ K2ലേക്ക് വരുന്നത്. K2ൻ്റെ 11-12 എന്ന് പറയുന്ന പെർമനൻ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള കോണ്ടാക്റ്റാണ് ആ കാണുന്നത്. അതിലൂടെ നമ്മുടെ K3 എന്ന് പറയുന്ന കോയിൽ എനർജൈസ്ഡ് ആവും. അതായത് സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ നോവോൾട്ട് കോയിൽ K3 എനർജൈസ്ഡ് ആവും. K3 എനർജൈസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ K3യുടെ ഓപ്പൺ ആയിട്ടുള്ള കോണ്ടാക്ട്സ് എന്ത് ചെയ്യും? ക്ലോസ് ആവും. ഇവിടെ K3യുടെ ഓപ്പൺ ആയിട്ടുള്ള കോണ്ടാക്ട്സ് എന്നാണ് നമുക്ക് നോക്കിയാൽ കാണാം. ഇപ്പുറത്ത് K3യുടെ 23-24 എന്ന് പറയുന്ന കോണ്ടാക്ട്സ് K3യുടെ ഓപ്പൺ ആയിട്ടുള്ള കോണ്ടാക്ട്സ് ആണ്. Once K3 energizes, the K3 normally open contact closes. K3യുടെ നോർമൽ ഓപ്പൺ ആയിട്ടുള്ള കോണ്ടാക്ട്സ് ആണ് 23-24. 23-24 എന്താവും? ക്ലോസ്ഡ് ആവും. Then provide the path for the current to close the contactor K1. അങ്ങനെ എന്ത് ചെയ്യും? കോണ്ടാക്ടർ K1 ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്ത് പ്രൊവൈഡ് ചെയ്യും. കോണ്ടാക്ടർ K1 എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ കോണ്ടാക്ടറാണ്. മെയിൻ കോണ്ടാക്ടറിൻ്റെ നോവോൾട്ട് കോയിൽ എനർജൈസ് ചെയ്യാനുള്ള ഒരു കറണ്ട് പാത്ത് ചെയ്ത് പ്രൊവൈഡ് ചെയ്യും. K3യുടെ 23-24 ക്ലോസ് ചെയ്യുന്നതോട് കൂടിയിട്ട് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ദ ക്ലോസിംഗ് ഓഫ് ദ കോണ്ടാക്ടർ K1 എന്ന് പറയുന്നത് മെയിൻ കോണ്ടാക്ട് എസ്റ്റാബ്ലിഷസ് എ പാരലൽ പാത്ത് ടു സ്റ്റാർട്ട് ബട്ടൺ വയ K1ൻ്റെ നോർമലി ഓപ്പൺ ടെർമിനൽസ് ആയിട്ടുള്ള 23-24. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. റൈറ്റ് എൻഡിലായിട്ട് മെയിൻ കോണ്ടാക്ടർ K1 ഓപ്പൺ K1 എനർജൈസ്ഡ് ആവുന്നതോട് കൂടിയിട്ട് K1ൻ്റെ പെർമനൻ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള കോണ്ടാക്ട്സ് ആണ് അതിൻ്റെ മേലെ കാണിക്കുന്നത്. അതായത് K1ൻ്റെ 23-24 എന്ന് പറയുന്ന പെർമനൻ്റ്ലി ഓപ്പൺ കോണ്ടാക്റ്റ് അത് ക്ലോസ്ഡ് ആവും. അതാണ് ഈ ഫിഗറിൽ റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. K1 മെയിൻ കോണ്ടാക്റ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്തേക്ക് K1ൻ്റെ എല്ലാ കോണ്ടാക്ട്സും ക്ലോസ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുള്ള റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ K1ൻ്റെ കോണ്ടാക്റ്റും കൂടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബട്ടൺ S2ന് പാരലായിട്ട് ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യും? K1ൻ്റെ നോർമലി ഓപ്പൺ കോണ്ടാക്ട്സ് ആയിട്ടുള്ള 23-24 പ്രൊവൈഡ് ചെയ്യും. ഇനി അത് കഴിഞ്ഞിട്ട് ഷോസ് ദി ആക്ഷൻ ടേക്കിംഗ് പ്ലേസ് ആഫ്റ്റർ ദ ടൈം റിലേ ഓപ്പറേറ്റിംഗ് ദി കോണ്ടാക്ടർ K4T. കോണ്ടാക്ടർ K4T എന്ന് പറയുന്നത് ഒരു ടൈം റിലേ ഒരു പെർട്ടിക്കുലർ ടൈം റിലേ കഴിഞ്ഞതിന് ശേഷമാണ് ഏത് ഓപ്പറേറ്റ് ചെയ്യണത്? K4T ഓപ്പറേറ്റ് ചെയ്യുന്നത്. K4T ഇപ്പം നമ്മൾ ഏതിലാണ് നിന്നായിരുന്നത്? 15-16 K4T നിൽക്കുന്നുണ്ടായിരുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പം തിരിച്ച് ഏതിലേക്ക് മാറും? 15-18 കണക്ഷൻ മാറും. 15-18 കണക്ഷൻ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണക്ഷൻ ഏതിലേക്കാണ് പോകുന്നത്? K2 ആ കണക്ഷൻ പോകുന്നത്. K2 എന്ന് പറയുന്നത് ഡെൽറ്റ കോണ്ടാക്ടറിൻ്റെ എനർജൈസ് അതായത് നോവോൾട്ട് കോയിലാണ്. അപ്പോൾ K4T ഓപ്പറേറ്റ് ചെയ്തു. 15-18 കോണ്ടാക്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കണക്ഷൻ ആരോ മാർക്കിട്ട് കാണിച്ചിട്ടുണ്ട്. കറണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? K2 പോകും. K2 എനർജൈസ്ഡ് ആവും. അപ്പം ടൈം ഡിലേ കോണ്ടാക്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റാർ കോണ്ടാക്റ്റ് എന്ത് ചെയ്യും? ഓപ്പൺ ആവും. അതായത് ടൈം ഡിലേ കോണ്ടാക്റ്റ് K4T 15-16 എന്ന് മാറിയിട്ട് 15-18 മാറിക്കഴിഞ്ഞാൽ K3 ആയിട്ടുള്ള കണക്ഷൻ സപ്ലൈയിൽ നിന്നും വിട്ടുപോകും. അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ സ്റ്റാർ കോണ്ടാക്റ്റ് ഓപ്പൺ ആവും. അപ്പോൾ ഇവിടെ എന്തില്ല? ഇപ്പം സ്റ്റാർ കണക്ഷൻ ഇപ്പോൾ ഇല്ല. നേരെ എങ്ങോട്ട് പോയി? K2 പോയി. K2 എന്ന് പറയുന്നത് ഡെൽറ്റ കണക്ഷൻ്റെ കോണ്ടാക്ടറാണ്. ഡെൽറ്റ കണക്ഷൻ്റെ കോണ്ടാക്ടർ എനർജൈസ്ഡ് ആവും. Then shows the connections established while the motor is running in delta with the contactors K1 and K2 closed. നേരത്തെ സ്റ്റാർ ആയിരിക്കുമ്പം K3യും K1 ആണ് ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഡെൽറ്റ ആയപ്പം K2യും K1 ക്ലോസ്ഡ് ആയി. K3 ഓപ്പൺ ആയിട്ട് K2 ക്ലോസ്ഡ് ആയി. K2 ക്ലോസ്ഡ് ആയി കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നമ്മുടെ മോട്ടർ ഡെൽറ്റ കണക്ഷനിൽ റൺ ചെയ്യാൻ തുടങ്ങും. അപ്പം അത്രയാണ് നോർമലി ഒരു ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ വർക്ക് ചെയ്യുന്നത്. ഇനി ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിനെ തന്നെ നമുക്ക് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് കൺട്രോൾ ഓപ്പറേഷനും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതെവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് ദ 3-phase മോട്ടർ ഇൻ സ്റ്റാർ ആൻഡ് ആഫ്റ്റർ സം പ്രീഡിറ്റർമൈൻഡ് ടൈം ഇറ്റ് ഓട്ടോമാറ്റിക്കലി റൺസ് ഇൻ ഡെൽറ്റ.
ഒരു സ്റ്റാർ ഡെൽറ്റ ഒരു 3 ഫേസ് മോട്ടറിന് നമ്മൾ ആദ്യം സ്റ്റാറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഒരു ഫിക്സ്ഡ് ടൈം കഴിയുമ്പം അതിന് ഓട്ടോമാറ്റിക്കലി അത് എന്താവും ഡെൽറ്റയിലേക്ക് റൺ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് അതിന് ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഈ കേസിൽ നമ്മളൊരു ടൈം ഡിലേ റിലേ വെച്ചിട്ടുണ്ടായിരുന്നു, K4T എന്ന് പറയുന്ന ടൈം ഡിലേ റിലേ. ആ ടൈം ഡിലേ റിലേ ഒരു ഫിക്സ്ഡ് ടൈം കഴിഞ്ഞ് വർക്ക് ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ ആരും ഒന്നും ചെയ്യാതെ തന്നെ സ്റ്റാർ കോൺടാക്റ്റിൽ നിന്ന് മാറിയത് ഡെൽറ്റ കോൺടാക്റ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. സെമി ഓട്ടോമാറ്റിക്കിലാണെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല, നമ്മൾ മാറ്റി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ടും സ്റ്റാറിൽ നിന്നും ഡെൽറ്റയിലേക്ക് കണക്ഷൻ മാറും. റൺസ് ഐദർ ഇൻ ദ ഫോർവേഡ് ഓർ റിവേഴ്സ് ഡയറക്ഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിക്വയർമെൻറ്റ്. നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്ക് ഫോർവേഡിലേക്കോ റിവേഴ്സിലേക്കോ മാറ്റാൻ പറ്റും. അത് ഓട്ടോമാറ്റിക് അല്ല. ഫോർവേഡിലേക്കോ റിവേഴ്സിലേക്കോ മാറണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ പുഷ് ബട്ടൺസ് ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഫോർവേഡോ റിവേഴ്സോ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് റെഡ്യൂസസ് സ്റ്റാർട്ടിംഗ് കറണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് കറണ്ട് റെഡ്യൂസ് ചെയ്യുന്ന കേസിലാണ് ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് പ്രൊട്ടക്ട്സ് ദ മോട്ടോർ ഫ്രം ദി ഓവർലോഡ്. ഡിസ്കണക്ട് ദ മോട്ടോർ ഫ്രം ദ സപ്ലൈ ഡ്യൂറിങ് ദ പവർ ഫെയിലിയർ. പവർ ഫെയിലിയറൊക്കെ വരുന്ന സമയത്തേക്ക് മോട്ടറിനെ സപ്ലൈയിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യാനും ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ഓപ്പറേഷൻ കാണിക്കുന്ന പവർ സർക്യൂട്ടാണ് ഇത് കാണുന്നത്. നമുക്കറിയാം ലൈന് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് C1, C2, C3, C4, C5 അങ്ങനെ 5 കോൺടാക്ട്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 5 കോൺടാക്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ താഴേക്ക് കാണുന്ന C1 അതിൻ്റെ ഫോർവേഡ് ആയിരിക്കും, C2 റിവേഴ്സ് ആയിരിക്കും. പിന്നെ നേരത്തെ പോലെ തന്നെ സ്റ്റാറിന് ഒരെണ്ണം ഉണ്ടാവും, ഡെൽറ്റയ്ക്ക് ഒരെണ്ണം ഉണ്ടാവും, മെയിൻ കോൺടാക്റ്റും ഒരെണ്ണം ഉണ്ടാവും. മെയിൻ കോമ്പണൻസ് ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ വിത്ത് റിവേഴ്സ് ആൻഡ് ഫോർവേഡ് കൺട്രോളിൽ മെയിൻ കോൺടാക്ട്സ് എന്ന് പറയുന്നത് 5 പവർ കോൺടാക്റ്റേഴ്സ് ഉണ്ട്. C1, C2, C3, C4, C5. സെമി ഓട്ടോമാറ്റിക്കിലായിരുന്നു എന്നുണ്ടെങ്കിൽ സ്റ്റാറിനൊരെണ്ണം, ഡെൽറ്റയ്ക്ക് ഒരെണ്ണം, പിന്നെ മെയിൻ കോൺടാക്റ്റ് ഒരെണ്ണം. ഇവിടെ സ്റ്റാറും ഡെൽറ്റയും മെയിൻ കോൺടാക്റ്റും കൂടാതെ നമുക്ക് ഫോർവേഡിനും റിവേഴ്സിനും ഓരോ കോൺടാക്ടറും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ മൊത്തം 5 പവർ കോൺടാക്റ്റേഴ്സ് ഉണ്ടാവും. പിന്നെ ഓൺ ഡിലേ ടൈമർ ഉണ്ടാവും. 3 പുഷ് ബട്ടൺസ് ഉണ്ടായിരിക്കും. 3 പുഷ് ബട്ടൺ എന്ന് പറയുമ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ, പിന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ, പിന്നെ ഒരെണ്ണം അല്ലെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനും പിന്നെ നമ്മുടെ ഡെൽറ്റയും ഫോർവേഡും റിവേഴ്സും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുഷ് ബട്ടൺസ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ തെർമൽ ഓവർലോഡ് റിലേ, ഒരു തെർമൽ ഓവർലോഡ് റിലേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. കാണിച്ചിട്ടുണ്ട്. C1 എന്ന് പറയുന്നതാണ് ഫോർവേഡ് ഡയറക്ഷനിൽ, അത് നേരെ താഴേക്ക് കാണുന്നത് ഫോർവേഡ് ഡയറക്ഷനിൽ എടുക്കാനുള്ള കോൺടാക്ടറാണ്. C2 എന്ന് പറയുന്നത് റിവേഴ്സ് ഡയറക്ഷൻ, C3 മെയിൻ കോൺടാക്ടർ, C4 ആണ് സ്റ്റാർ കോൺട്രാക്ടർ, C5 എന്ന് പറയുന്നത് ഡെൽറ്റ കോൺടാക്ടറും. ഇനി 6 നമ്പർ ഓഫ് ഇൻഡിക്കേറ്റിംഗ് ലാംപ്സ് ആർ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ്. 6 ഇൻഡിക്കേറ്റിംഗ് ലാമ്പും കൂടെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ദ അവൈലബിലിറ്റി ഓഫ് ദ 3 സപ്ലൈ, 3 സപ്ലൈക്ക് RYB 3 സപ്ലൈ കാണിക്കാൻ വേണ്ടിയിട്ട്. ദെൻ അവൈലബിലിറ്റി ഓഫ് കൺട്രോൾ വോൾട്ടേജിൻ്റെ അവൈലബിലിറ്റി കാണിക്കാൻ വേണ്ടി ഒരെണ്ണം. ആൻഡ് ടു ഇൻഡിക്കേറ്റ് വെദർ ദ മോട്ടർ ഈസ് റണ്ണിങ് ഐദർ ഇൻ ദ ഫോർവേഡ് ഓർ റിവേഴ്സ് ഡയറക്ഷൻ. മോട്ടർ ഫോർവേഡ് ഡയറക്ഷനിലാണോ കാണിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം, റിവേഴ്സ് ഡയറക്ഷനിലാണോ കറങ്ങുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി വേറൊരെണ്ണം. അങ്ങനെ മൊത്തം 6 ഇൻഡിക്കേറ്റർ ലാമ്പുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 3 പുഷ് ബട്ടൺസ് അവൈലബിൾ ആണ്, ആർ ഇൻറ്റൻറ്റഡ് 1 ഫോറും. ഒന്ന് സ്റ്റോപ്പ് പുഷ് ബട്ടൺ, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിത്ത് 1 നോർമലി ക്ലോസ്ഡ് കോണ്ടാക്റ്റ്, ഒരു നോർമലി ക്ലോസ്ഡ് കോണ്ടാക്റ്റ് ഉള്ള ഒരു സ്റ്റോപ്പ് പുഷ് ബട്ടൺ. നോക്കിയിട്ടുണ്ട് നേരത്തെ എല്ലാം സ്റ്റോപ്പിൻ്റെ പുഷ് ബട്ടൺ എല്ലാം നോർമലി ക്ലോസ്ഡ് ആയിരിക്കും. സ്റ്റാർട്ട് പുഷ് ബട്ടണാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. ആൻഡ് ഫോർവേഡ് ഓപ്പറേഷന് വേണ്ടി ഒരെണ്ണം, ആൻഡ് റിവേഴ്സ് ഓപ്പറേഷൻ വിത്ത് 1 നോർമലി ഓപ്പൺഡ് കോണ്ടാക്റ്റ്. നോർമലി ഓപ്പൺഡ് കോണ്ടാക്റ്റ് ആയിട്ടുള്ള ഒരു റിവേഴ്സ് ഓപ്പറേഷനുണ്ട്. നോർമലി ഓപ്പൺഡ് ആയിരിക്കും നമ്മൾ സാധാരണഗതിയിൽ റിവേഴ്സ് ഓപ്പറേഷന് യൂസ് ചെയ്യാറില്ല, ഫോർവേഡിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രമേ നമ്മൾ റിവേഴ്സ് ഓപ്പറേഷനുള്ള കോണ്ടാക്റ്റ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് അത് നോർമലി ഓപ്പൺ ആയിട്ടുള്ള കോണ്ടാക്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. The choosing of the control circuit voltage and power depends on the no-volt coil rating of the contactor, whether it is needs AC or DC. നമ്മൾ കൺട്രോൾ സർക്യൂട്ടിൻ്റെ വോൾട്ടേജും പവറും എടുക്കുന്ന സമയത്ത് അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഇറ്റ്സ് നോവോൾട്ട് കോണ്ടാക്ടറിൻ്റെ നോവോൾട്ട് കോയിലിൻ്റെ റേറ്റിങ്ങിനനുസരിച്ചാണ് നമ്മൾ കൺട്രോൾ സർക്യൂട്ടിൻ്റെ വോൾട്ടേജും പവറും ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആൻഡ് വെദർ ഇറ്റ് ഈസ് നീഡ്സ് AC ഓർ DC, അതിന് AC ആണോ DC ആണോ ഏതാണോ വേണ്ടത് എന്നതിനനുസരിച്ചാണ് കൺട്രോൾ വോൾട്ടേജ് സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ദ ചോയ്സ് ഓഫ് കോണ്ടാക്ടർ ഡിപ്പെൻഡ്സ് ഓപ്പോൺ ദി ടൈപ്പ് ഓഫ് സപ്ലൈ വോൾട്ടേജ്, ലോഡ് പവർ, ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡ്യൂട്ടി സൈക്കിൾ.
ഇനി കോണ്ടാക്ടർ നമ്മൾ എടുക്കുന്ന സമയത്തേക്ക് സപ്ലൈ വോൾട്ടേജ്, ടൈപ്പ് ഓഫ് സപ്ലൈ വോൾട്ടേജ്, AC ആണോ DC ആണോ എന്ന് നോക്കണം. ലോഡ് പവർ, ലോഡിൻ്റെ പവർ എങ്ങനെയാണെന്ന് നോക്കണം. ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കണം. ആൻഡ് ഡ്യൂട്ടി സൈക്കിളും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോണ്ടാക്ടർ ചൂസ് ചെയ്യുന്നത്. ഇനി സാധാരണയായിട്ട് വരുന്ന AC ലോഡുകൾ, AC ആണോ DC ആണോ എന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. AC ആയിട്ട് വരുന്ന ലോഡുകൾ ഏതൊക്കെയാണ്? റെസിസ്റ്റീവ് ലോഡ് സ്വിച്ചിങ്ങിന് വേണ്ടി വരാറുണ്ട്. അതായത് നമ്മുടെ ഹീറ്ററിലും ഫർണസിലൊക്കെയാണ് റെസിസ്റ്റീവ് ലോഡ് സ്വിച്ചിങ് വരുന്നത്. എക്സാമ്പിൾ. പിന്നെ റെസിസ്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് ലോഡ് സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിംഗ്. റെസിസ്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് ലോഡ് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അതായത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കേസിലൊക്കെ റെസിസ്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് ലോഡ് സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിംഗ് ആണ് വരുന്നത്. ഇതിന് ഹൈ ഇൻഡക്റ്റീവ് ലോഡ് സ്വിച്ചിങ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് കണ്ടിന്യൂസ് റണ്ണിംഗ് ഓപ്പറേഷൻ. കണ്ടിന്യൂസ് റണ്ണിംഗ് ഓപ്പറേഷൻ, മോട്ടർ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യുന്ന കേസിൽ ഹൈ ഇൻഡക്റ്റീവ് ലോഡ് സ്വിച്ചിങ് ആൻഡ് ബ്രേക്കിംഗ് ആണ് വരുന്നത്. പിന്നെ ഹൈ ഇൻഡക്റ്റീവ് ലോഡ് സ്വിച്ചിങ് ആൻഡ് ബ്രേക്കിംഗ് വിത്ത് നമ്മൾ കണ്ടിന്യൂസ് റണ്ണിങ് ഓപ്പറേഷൻ പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ഫ്രീക്വൻറ്റ് ആൻഡ് ഷോർട്ട് ടൈം ഓപ്പറേഷൻ. കണ്ടിന്യൂസ് അല്ലാതെ കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രം സ്വിച്ച് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക, സ്വിച്ച് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുന്ന ഹൈ ഇൻഡക്റ്റീവ് ലോഡിന് ഹൈ ഇൻഡക്റ്റീവ് ആയിട്ട് വരുന്ന ലോഡുകളുണ്ടാവും. അതായത് ഇൻ്റർമീഡിയറ്റ് ഓപ്പറേഷൻ ലൈക്ക് ഇഞ്ചിങ് ആൻഡ് ജോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ മോട്ടർ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യാതെ ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അങ്ങനെ കുറച്ച് നേരം ഓടും പിന്നെ നിൽക്കും. അങ്ങനെ നമ്മൾ ലിഫ്റ്റൊക്കെ പോലെ, ലിഫ്റ്റ് ഇപ്പം ഒരാൾ പാസഞ്ചേഴ്സ് കയറുന്ന സമയത്ത് അത് റൺ ചെയ്യും, അത് കഴിയുമ്പോൾ പിന്നെ അത് നിൽക്കും. അങ്ങനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം അതിങ്ങനെ കുറച്ച് സമയത്തേക്കാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സാമ്പിൾ ക്രെയിന്, ലിഫ്റ്റ്, ഹോയിസ്റ്റ് ഒക്കെ. ക്രെയിൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ലിഫ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ക്രെയിൻ യൂസ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് സമയത്തേക്ക് റൺ ചെയ്യും, പിന്നെ അത് നിൽക്കും, പിന്നെ വേറെ ഡയറക്ഷനിൽ റൺ ചെയ്യും. അങ്ങനെയാണ് ക്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യിക്കാറുള്ളത്. ഈ കേസിലാണ് നമ്മൾ എന്ത് പറയുക, ഹൈ ഇൻഡക്റ്റീവ് ലോഡ് സ്വിച്ചിങ് ആൻഡ് ബ്രേക്കിംഗ് വിത്ത് ഫ്രീക്വൻറ്റ് ആൻഡ് ഷോർട്ട് ടൈം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. കുറച്ച് സമയത്തേക്ക് അപ്പോൾ ഓപ്പറേഷൻ വരുന്നുള്ളൂ. ഈ കേസിലൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ള AC ലോഡുകൾ. ഇനി DC ലോഡുകൾ ഏതൊക്കെയാണ് വരുന്നത്? റെസിസ്റ്റീവ് ലോഡ്സ് എക്സെപ്റ്റ് മോട്ടോർ ലോഡ് ഒഴികെയുള്ള ബാക്കി എല്ലാ റെസിസ്റ്റീവ് ലോഡുകളും. പിന്നെ സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിംഗ് ഓഫ് ദ ഷണ്ട് മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ്ങും സ്റ്റോപ്പിംഗ് വിത്ത് ഇഞ്ചിങ് ആൻഡ് ബ്രേക്കിങ്ങും വരുന്ന കേസിൽ. ദെൻ സീരീസ് മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിങ്ങും. ദെൻ സീരീസ് മോട്ടർ വിത്ത് ഇഞ്ചിങ്ങും പ്ലഗിങ്ങും വരുന്ന സീരീസ് മോട്ടറിലെ കേസിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനൊക്കെ DC ലോഡുകൾ ഇതുപോലെ സ്റ്റാർട്ടർ വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്.